ഇടമലക്കുടിയിൽ വിവിധ അപകടങ്ങളിൽ പെടുന്നവരെ ചാക്കിലും തുണിയിലും കിടത്തി ചുമന്നുകൊണ്ടുപോകുന്ന പ്രാകൃത നടപടികൾ അവസാനിപ്പിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലാണ് ജനപ്രതിനിധികളും പോലീസും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഈ ആവശ്യം ഉന്നയിച്ചത്. ഏറ്റവും അവശ്യഘട്ടങ്ങളിൽ ആളുകളെ മഞ്ചലിൽ ചുമക്കുന്ന വലിയ പ്രായോഗിക ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. സംസ്ഥാനത്തെ ഏക ഗോത്ര പഞ്ചായത്താണ് ഇടമലക്കുടി. ചികിത്സാ സൗകര്യങ്ങൾക്കായി ഇടമലക്കുടി നിവാസികൾ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട്. അവശ്യഘട്ടങ്ങളിൽ വാഹനങ്ങൾ എത്തുന്നിടത്തേക്ക് ചികിത്സ വേണ്ടുന്ന ആളുകളെ തുണിമഞ്ചൽ കെട്ടി അതിൽ ചുമന്നുകൊണ്ടുവരുന്ന പ്രാകൃത രീതി ഇപ്പോഴും പ്രദേശത്ത് നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇടമലക്കുടിയിൽ വിവിധ അപകടങ്ങളിൽ പെടുന്നവരെ ചാക്കിലും തുണിയിലും കിടത്തി ചുമന്നുകൊണ്ടുവരുന്ന പ്രാകൃത നടപടികൾ അവസാനിപ്പിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം ഉയർന്നത്. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലാണ് ജനപ്രതിനിധികളും പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഈ ആവശ്യം ഉന്നയിച്ചത്. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ, വാഹനാപകടങ്ങൾ എന്നിവ മൂലം പരിക്ക് പറ്റുന്നവരെ ചാക്കും തുണിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന മഞ്ചലിൽ ചുമന്നുകൊണ്ടുവരുന്നത് പരിക്ക് പറ്റുന്നവരുടെ ജീവന് ഭീഷണിയാകാമെന്നായിരുന്നു യോഗത്തിൽ ഉയർന്ന വാദം. ഇത്തരത്തിലുള്ള പ്രാകൃത സമ്പ്രദായങ്ങൾ ഒഴിവാക്കി ഇടമലക്കുടി പഞ്ചായത്തിലെ 26 സെറ്റിൽമെന്റുകളിലും സ്ട്രെച്ചറുകൾ നൽകണമെന്നും സ്വകാര്യ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ചോ ത്രിതല പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചോ ഇവ വാങ്ങണമെന്നും യോഗത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടു. കൂടാതെ പരിക്കേൽക്കുന്നവരെ മഞ്ചലിൽ ചുമന്നുകൊണ്ടു പോകുന്നതിന്റെ ദൂഷ്യവശങ്ങൾ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ഏറ്റവും അവശ്യഘട്ടങ്ങളിൽ ആളുകളെ മഞ്ചലിൽ ചുമക്കുന്നത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടും സൃഷ്ടിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.